ഒരു ചാക്ക് സാധനം വാങ്ങി. ചാക്കിൻ്റെ നൂലൊക്കെ ഇറങ്ങിയില്ലല്ലോ. ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഋതു വിത്ത് ഫാമിലി യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ഡൗട്ടായിരിക്കും ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് അത് നല്ല സാധനം കിട്ടുന്ന ഷോപ്പ് ഏതായിരിക്കും എന്ന് എനിക്ക്. അപ്പം ഞങ്ങളിതേ ഒരു ഷോപ്പ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരികയാണ്, പ്രിയങ്ക ഫാൻസി. നമുക്ക് ഗേൾസിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫാൻസി ഐറ്റംസും കോസ്മെറ്റിക്സും എല്ലാം നമുക്കവിടെ അവൈലബിൾ ആണ്, അതും ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ. ആദ്യമൊക്കെ നമ്മൾ കിട്ടുന്നത് 5 രൂപയുടെയൊക്കെ കമ്മലുകളൊക്കെ ഉണ്ടാവലുണ്ട്. പക്ഷേ ഇപ്പം 5 രൂപയുടെ കമ്മലൊന്നും ഞാൻ പോയപ്പം കണ്ടിട്ടില്ല. എന്നാലും എനിക്ക് റേറ്റ് കുറവായിട്ട് തന്നെ തോന്നി. ഇതിൻ്റെ ഞാൻ വാങ്ങിച്ച സാധനത്തിൻ്റെതായിട്ടുള്ളൊരു ചെറിയ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട്. അങ്ങനെ ദേ കയറി ചെന്നപാട് നമുക്കിതേ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു മാല സെക്ഷനാണ്. മാല മാത്രമല്ല അതുപോലെ തന്നെ വളകളും കാണാം. പിന്നെ കംപ്ലീറ്റ് ഒരു ക്ലിപ്പിൻ്റെ ഒരു ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ ഹെയർ ബാൻഡിനായിട്ട് ഒരു ഏരിയ, ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് അവർ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തിരഞ്ഞെടുക്കുന്നതിനും അത് എളുപ്പമായിരിക്കും. പിന്നെ ഈ ക്ലിപ്പുകൾക്ക് ചിലതിനൊക്കെ 65 രൂപയുടെ ഉണ്ട്, അതുപോലെ തന്നെ ഒരു 10 രൂപ 15 രൂപ 20 രൂപ ഇങ്ങനെ റേറ്റ് പോകുന്നുണ്ട്. കുട്ടികളുടെനൊക്കെ 15 രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ചെറിയ നമ്മൾ ടിക് പോലുള്ള ക്ലിപ്പിന് 10 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫാൻസി ഐറ്റംസ് മാത്രമല്ല, ഞാൻ പറഞ്ഞു കോസ്മെറ്റിക്സും അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ കോസ്മെറ്റിക്സ് ഐറ്റംസൊക്കെ ചിലതിനൊക്കെ അതിലുള്ള റേറ്റ് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതല്ലാണ്ട് കുറഞ്ഞ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന ഹെയർ ബാൻഡ് സെക്ഷൻ, ഇത് നമ്മൾ ഒന്നും വാങ്ങിച്ചില്ല, ഋതുവിന് എടുക്കണം എന്നുണ്ടായിരുന്നു. ആ ഒരു ഹെയർ ബാൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ കുറച്ച് കാർട്ടൂൺസിൻ്റെ ഒക്കെ, പക്ഷേ അതെടുത്തിട്ടില്ല, ഒരു ക്ലിപ്പ് മാത്രമാണ് അവൾക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പം പിന്നെ അതെടുത്തു. പിന്നെ ഒരു ടോയും വേണമെന്ന് പറഞ്ഞു, അതുമാണ് അവൾ സെലക്ട് ചെയ്തത്. എന്നാൽ പിന്നെ അതായിക്കോട്ടെ തിരിച്ച് ഞാൻ അവിടെ തന്നെ തിരിച്ചു വെച്ചു. പക്ഷേ എനിക്ക് ഹെയർ ബാൻഡൊക്കെ കണ്ടിട്ട് എടുക്കാൻ തോന്നി, കാരണം നല്ല നല്ല ഭംഗിയുള്ള കുറേ ഹെയർ ബാൻഡ്സ്. അപ്പം മൊത്തത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. മക്കളെയൊക്കെ കൂട്ടി വന്നു കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുമെന്ന് തന്നെ പറയാം. പിന്നെ ഇതൊക്കെ നെയിൽ പോളിഷിൻ്റെ സെക്ഷനാണ്. നെയിൽ പോളിഷിന് 75 രൂപ 60 രൂപ അങ്ങനെയുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കിപ്പം ചെറിയ നെയിൽ പോളിഷ് ആണെങ്കിൽ അതിനും കുറഞ്ഞ റേറ്റ് വരുന്നുണ്ട്. പിന്നെ കമ്മലിൻ്റെ സെക്ഷനാണ് എനിക്ക് ഏറ്റവും റേറ്റ് കുറവായിട്ട് തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയത് 65 രൂപ മുതൽ കമ്മൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, നല്ല കമ്മൽ. അതുകൂടാണ്ട് ചെറിയ കമ്മലിന് 30 രൂപ മുതൽ വരുന്നുണ്ട്. 30 രൂപയ്ക്കും തിരക്കേടില്ലാത്ത കമ്മലുകൾ തന്നെയാണ്. നമ്മൾ പണ്ട് ഇവിടെ ഹിന്ദിക്കാരുടെ അടുത്ത് നിന്നൊക്കെ വാങ്ങുന്ന അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കമ്മലാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. അതുകൂടാണ്ട് തന്നെ 75 രൂപയുടെ കമ്മലും അടിപൊളിയാണ് കാണാൻ. ഞാൻ 75 രൂപയുടെ കമ്മൽ വാങ്ങിച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന ബ്ലാക്ക് മെറ്റൽ ഐറ്റംസിനൊക്കെ 300 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാധാ ചെയിനൊക്കെ ആണെങ്കിൽ 115 രൂപ മുതലാണ് വരുന്നത്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പോരാനേ തോന്നില്ല, അത്രയും സെക്ഷൻ അവിടെ ഉണ്ട്. അപ്പം മുഴുവൻ നമുക്ക് കാണാൻ പറ്റില്ല, കാരണം മുകളിലേക്ക് എനിക്ക് പോകാനേ പറ്റില്ല. കാരണം അപ്പോഴേക്കും നമുക്ക് ടൈമായെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് അവിടെ ഇവിടെയും ചുറ്റി തിരിഞ്ഞ് പോരാമെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ ഈ മാല, അതുപോലെ തന്നെ വളയ്ക്കൊക്കെ 115 രൂപ മുതലാണ്. അതും സെറ്റ് സ്റ്റോൺ വർക്ക് വരുന്നതായാൽ പോലും 165 രൂപയാണ് ഒരു ഡസന് വരുന്നത്. അപ്പം നമ്മൾ പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു ഡസന് എത്ര രൂപയാവും ഫുൾ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു വളയ്ക്കുന്ന്. അപ്പോൾ ഇതിനൊക്കെ 115 രൂപ മുതൽ വരുന്നുണ്ട്. അതുകൂടാണ്ട് തന്നെ സാധാ ഒരു ആൻറ്റിക്കിൻ്റെ വള വരുന്നുണ്ട്, അതിന് 75 രൂപ 90 രൂപ 85 രൂപ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഏറ്റവും വില കുറവിന് ഗുരുവായൂരിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തോന്നുന്ന ഈ പ്രിയങ്ക ഫാൻസി തന്നെയാണ്. ഫുൾ കംപ്ലീറ്റ് സാധനങ്ങൾ ഒരു കുടക്കീഴിലായിട്ട് നമുക്ക് കിട്ടും. ഇനി അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അതുകൊണ്ട് ഇനി ഗുരുവായൂരൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു പ്രിയങ്ക ഫാൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടാണ്ട് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകണ്ട. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ റിത്തോസ് കുറച്ച് ബോൾസൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ഞാൻ ഈ ടൈമിൽ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ അപ്പുറത്തുനിന്ന് സാധനങ്ങൾ നോക്കുന്ന തിരക്കായതുകൊണ്ട് ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അനിയനെ തന്നെയാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത്.
ഫുൾ പർച്ചേസിങ്ങും കഴിഞ്ഞ് എല്ലാ സാധനങ്ങളും ബില്ലാക്കിയതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങളുടെ വൃന്ദാവൻ ലോഡ്ജിലേക്ക് തന്നെ തിരിച്ചു പോയി. ഒരു ചാക്ക് സാധനം വാങ്ങി. ചാക്കിൻ്റെ നൂലൊക്കെ ഇറങ്ങിയില്ലല്ലോ.